ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ തിരുവനന്തപുരത്ത് BJP വോട്ട് നേടുമ്പോൾ ചോർന്നു പോയത് LDFിന്റെ ശക്തി കേന്ദ്രങ്ങൾ, LDFിന്റെ പ്രധാനപ്പെട്ട കോട്ടകൾ. കൊല്ലത്ത് പരിപൂർണമായിട്ട് കാലിടറിയ ഇടതുപക്ഷത്തിന് തലസ്ഥാനത്ത് കാലിടറിയപ്പോൾ അത് ഇതുവരെ ഇല്ലാത്ത ഒരു ചരിത്ര നേട്ടത്തിലേക്ക് NDA കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. യെസ്, തിരുവനന്തപുരം ഇപ്പോഴും എന്ത് എന്നതിൽ വ്യക്തതയില്ല. 48 എന്ന നിലയിൽ NDAയുടെ സീറ്റ് നില എത്തി നിൽക്കുന്നു. 51ലേക്ക് NDA എത്തുമോ എന്നതിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുന്ന സാഹചര്യമാണ്. അവിടെ അപർണ സൂചിപ്പിക്കുന്നത് പോലെ ഇക്കുറി വിമതരെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല കേരളം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ വിമത ശല്യം നേരിട്ടുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസിന് ആ വിമതരെ കൂടി മറികടന്നുകൊണ്ട് മുന്നേറാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ നിരവധി വിമതർ ഉണ്ടായിരുന്നു മത്സര രംഗത്ത്. അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, അങ്ങനെയൊരു വിമത ശല്യത്തിന് കാരണമെന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെയായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിമതരെ വിട്ടേക്കൂ, തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, അങ്ങനെ തെരഞ്ഞെടുപ്പിന് നേരിടൂ. അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച, കോൺഗ്രസ് സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നത്. ഒരു ഈ ഇലക്ഷൻ സ്ട്രാറ്റജി അവരുടേത് വിജയം കണ്ടു എന്ന് വേണം പറയാൻ. പൊതുവെ എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് അടക്കം തെരഞ്ഞെടുപ്പ് വിഷയമാക്കിക്കൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം പോലെ തിരിച്ചടിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അവർക്ക് തലവേദനയായി മാറിയിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും വലിയ പതറിച്ച കോൺഗ്രസിന് സംഭവിച്ചിട്ടില്ല എന്നത് ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. പൊതുവിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ഇക്കുറി അത് വലത്തേക്ക് കോൺഗ്രസിന് അനുകൂലം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വളരെ കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 400-ലധികം ഗ്രാമപഞ്ചായത്തുകൾ നേടും എന്നതായിരുന്നു UDFിന്റെ അവകാശവാദമെങ്കിൽ ഇപ്പോഴിതാ